ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ടുള്ള നമ്മുടെ വീഡിയോസിൽ വണ്ടിയെ പോകുന്ന വണ്ടി വീഡിയോ അങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിട്ടുള്ളതല്ല. പക്ഷേ കുറേ അധികം ആൾക്കാർ എന്നോട് ചോദിച്ചു, ലിറ്റി നാട്ടിൽ ചെന്നിട്ട് വണ്ടിയെ കയറിയില്ലേ വീഡിയോ ഇടാവോ എന്നൊക്കെ. അപ്പോൾ വിചാരിച്ചു ഇന്ന് വണ്ടിയിൽ പോകുന്നൊരു വീഡിയോ ഇട്ട് കളഞ്ഞേക്കാമെന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്യം എവിടെന്നെങ്കിലും വണ്ടിയെ പിടിക്കുക, വണ്ടി കയറുക എന്നാണ്. അങ്ങനെ കുറേ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനും ഒക്കെ മുമ്പ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാനിരുന്നു. നമ്മൾ ഈ വണ്ടിയെ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലിറ്റീസേൽ നമ്മൾ കഴിക്കാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി നമ്മുടെ മുമ്പിൽ കൂടെ അങ്ങ് പാസ് ചെയ്തു പോയി. നമ്മുടെ ആമയും മോയലും എന്താ പറയുക, റേസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ വണ്ടി നമ്മുടെ സമയമൊന്നും നോക്കിയിരിക്കുകയല്ലോ. വണ്ടി അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നതാണേലും കോഫി കുടിക്കാൻ കയറുക, ഇനി കോഫിയായിട്ട് കുറയ്ക്കണ്ട, എന്നാൽ ഇച്ചിരി കാപ്പിയായിട്ട് കുടിച്ചേക്കാമെന്ന്. അങ്ങനെ ഇച്ചിരി കനത്തിൽ മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ജേഡുവിന് നാട്ടിൽ ചെന്നിട്ട് ഈ ഗീ റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കയറി ഗീ റോസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ യാത്ര കുറച്ച് പതുക്കെ ആയാൽ മതിയല്ലോ, കാരണം വണ്ടി അതിൻ്റെ വഴിക്ക് പോയില്ലേ. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ച് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന ലിറ്റീസ്. ഈ KK റോഡിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാലേ, നമ്മുടെ ഫ്രണ്ടിൽ കുറേ വണ്ടികളുണ്ടെങ്കിൽ മുഴുവൻ വളവും തിരിവായതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പീഡിൽ കയറി ഓവർടേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഇടയ്ക്ക് കുറേ കാറും അല്ലാത്ത വണ്ടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ധൃതിയില്ല, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അങ്ങ് കട്ടപ്പന വരെ കിടക്കുമല്ലേ, എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് എവിടെയെങ്കിലും ഫ്രീ ആയിട്ടൊരു ടൈം കിട്ടുമ്പോൾ അവിടെ നിന്ന് വണ്ടിയെ കയറാമെന്ന്. അങ്ങനെ എവിടെയോ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്തു കേട്ടോ. ഇങ്ങനെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് പോയതുകൊണ്ട് സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഓവർടേക്ക് ചെയ്തത്. പക്ഷേ പോകുന്ന വഴി ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മുണ്ടക്കയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കുട്ടിക്കാനമൊക്കെ പോകുന്ന റൂട്ട് എന്ത് രസമല്ലേ. രസം എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൂട്ടാണ്. എപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്ന ഇഷ്ടമുള്ള റൂട്ട് ഏതാണെന്ന് വെച്ചാൽ കണ്ണും പൊട്ടി പറയും കുട്ടിക്കാനത്തുനിന്ന് കുട്ടിക്കാനം വരെ പോകണ്ട കേട്ടോ. നമ്മുടെ മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനം, കട്ടപ്പന, അല്ലെ ഏലപ്പാറയൊക്കെ പോകുന്ന റൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഇടയ്ക്കെല്ലാം വണ്ടി നിർത്തി എന്താ പറയുന്നത്, പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആവോളം ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ റൂട്ടിൽ കൂടെ എന്തോരം പോയതല്ലേ. ശരിക്കും എൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ മീൻസ് നമ്മുടെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ മത്സരത്തിന്, നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് നമ്മൾ ഫൊറോന മത്സരത്തിന് പോകും. ഫൊറോന രൂപതാ മത്സരമൊക്കെ, ഫൊറോന പൊൻകുന്നത്തായിരുന്നു മത്സരം. അത് കഴിഞ്ഞ് രൂപതാതല മത്സരത്തിന് പോകുമ്പോൾ നമ്മുടെ മത്സരം വരുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജിലാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം മരിയൻ കോളേജിലോട്ട് പോകുന്ന ആ റൂട്ട് ശരിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കുട്ടിക്കാനം മരിയൻ കോളേജിലെ മത്സരത്തിനൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നതും, അതും ബസ്സിനൊക്കെ അല്ലേ പോകുന്നത്, ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ഗ്യാങ്, നമ്മുടെ പിള്ളേരെ സെറ്റ് എല്ലാം കൂടെ പോകുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു കേട്ടോ. നമ്മുടെ ചൈൽഡ്ഹുഡ് ഓർമ്മകൾ. പോകുന്ന വഴിക്ക് ഇതുപോലെ തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും എന്താ ഭംഗിയല്ലേ. ശരിക്കും അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ കുട്ടിക്കാനം എന്ന് പറയുന്നത് അങ്ങ് എന്താ പറയുന്നത്, ഹിമാലയത്തിന് അങ്ങേറ്റം എന്തോ ആണെന്നാണ് വിചാരിച്ചത്. കുഞ്ഞല്ലേ, ഇപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിക്കാനം എന്ന് പറഞ്ഞാൽ നമ്മളോടൊന്നും അധികം ദൂരമൊന്നുമില്ല, എന്നും പോയി വരാമെന്നേ ഉള്ളത്. എൻ്റെ ഓരോ ബാല്യകാല ചാപല്യങ്ങളല്ലേ. അങ്ങനെ പോയി അവസാനം നമ്മൾ ലിറ്റീസ് കയറാൻ വേണ്ടി വെയിറ്റ് കേട്ടോ. ഇതേ അങ്ങ് ദൂരേന്ന് കാണാം ലിറ്റീസ് വരുന്നത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറണമെന്ന് വിചാരിച്ച നമ്മൾ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം എല്ലാം കഴിഞ്ഞ് അങ്ങ് ദൂരെ എവിടെയോ പേരറിയാത്തൊരു സ്ഥലത്ത് വെച്ച് വണ്ടി നിർത്തി വണ്ടിയെ കയറി കേട്ടോ. ജേഡ് കൂട്ടാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വണ്ടിയെ കയറാനായിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറി ആ പെട്ടിപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയിൽ കയറിപ്പെട്ടു. അങ്ങനെ ഇനിയും നമ്മുടെ അടുത്ത ലക്ഷ്യം വണ്ടിയുടെ കൂട്ടത്തിൽ വണ്ടി കട്ടപ്പന വരെ പോകുന്നുണ്ട്. അങ്ങ് കട്ടപ്പനയിൽ ചെന്ന് കുട്ടപ്പനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കട്ടപ്പന വരെ ഒന്നും പോകുന്നില്ലായിരിക്കും. കട്ടപ്പന വരെയൊക്കെ അങ്ങ് പോയാലേ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ലേറ്റാകും. നമുക്ക് വരുന്ന വഴിക്ക് വേറെ കുറേ പരിപാടികളും പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ അങ്ങ് പോകാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ പ്രാവശ്യം വണ്ടിയെ കയറിയപ്പോൾ പെട്ടിപ്പുറത്ത് എനിക്ക് സീറ്റ് കിട്ടിയില്ല. കാരണം നമ്മുടെ ജസ്റ്റിൻ ജേഡും പെട്ടിപ്പുറത്തിരുന്നത് കൊണ്ട് അവർക്ക് മാത്രമേ ഇരിക്കാനുള്ള സ്ഥലമേ പെട്ടിപ്പുറത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം സീറ്റേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ മറ്റുള്ള വണ്ടിയെ അല്ലെങ്കിൽ കാറേലും ജീപ്പിലും ഒക്കെ പോകുന്നതിനേക്കാളും നന്നായിട്ട് സ്ഥലമൊക്കെ കണ്ട്
കൊണ്ടുപോണേൽ ബസ്സിൽ തന്നെ പോകണം അല്ലേ. അതും ഈ മൺസൂൺ സീസണിൽ ബസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകാൻ ആ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ്. അത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ള സ്ഥലത്തൂടെ തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഒത്തിരി പാട്ടുകളും ഒത്തിരി എന്താ പറയുക, നമ്മൾ സ്വപ്നങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡ് തന്നെ, ഒരു റോഡല്ല, ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാലേ നന്നായിട്ട് എൻജോയ് ചെയ്തു. വണ്ടിയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ വണ്ടിയിൽ കുറേ അങ്ങ് പോയി, എവിടെയോ ഇറങ്ങി, വണ്ടി നമ്മളെ ഇറക്കി വിട്ടിട്ട് വണ്ടിയുടെ പാട്ടിന് പോയി. കാരണം വണ്ടിക്ക് കട്ടപ്പനയ്ക്ക് പോകണമല്ലോ, നമുക്ക് അത്രയ്ക്ക് ധൃതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് കട്ടപ്പന വരെ പോകണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമുക്ക് വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് അല്ല, ശരിക്കും നമുക്ക് വേറെ കുറേ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ചപ്പാത്ത്, ചപ്പാത്ത് എന്ന് അവിടെ എഴുതിയിരുന്നത്. അതിനാന്ന് എനിക്കറിയത്തില്ല, കെയുടെ ഇനിഷ്യൽ എന്താവാ. എനിവേ ഇതാണ് ചപ്പാത്ത് കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ളപ്പം ഈ പാലത്തിന് മണ്ടേ കൂടെ വെള്ളം കയറും കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് വല്ലാത്തൊരു ശങ്കയായിട്ട് 1-2 പെട്രോൾ പമ്പ് ഞാൻ കയറി കേട്ടോ. എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെയാണോ എന്നറിയില്ല. കയറി 1-2 പെട്രോൾ പമ്പ് ഇങ്ങനെ നമ്മുടെ വാഷ്റൂമിൽ കയറുമ്പോൾ വാഷ്റൂം പൂട്ടിയിട്ടേക്കുന്നതായിട്ട് കണ്ടു. അതെന്താ അങ്ങനെ, അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ അവസാനം ഫൈനലി ഞാനൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ആരാണ്ട് എന്നോട് പറഞ്ഞു പെട്രോൾ അടിക്കണമെന്ന്. അങ്ങനെ പെട്രോൾ അടിച്ച് അവരോട് കീ ചോദിച്ചാണ് വാഷ്റൂമിൽ കയറുന്നത്. ഇപ്പം അങ്ങനെ ഉണ്ടോ നാട്ടിൽ? പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചാലേ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് അറിയത്തില്ല, അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ അവിടെ പെട്രോൾ പമ്പിലൊക്കെ പെട്രോളൊക്കെ വണ്ടിക്ക് ഫ്യൂലടിച്ച് എൻ്റെ ഫ്യൂലൊക്കെ കളഞ്ഞ് നമ്മൾ യാത്ര നേരെ തിരിച്ച് നമ്മൾ കാഞ്ഞിരപ്പള്ളിക്ക് പോരുവാണ്. അങ്ങനെ തിരിച്ച് ഏലപ്പാറയും ഉപ്പുതറയില്ല കേട്ടോ, ഉപ്പുതറ അകത്തോട്ട് കയറി പോകുന്നൊരു സ്ഥലമാണ്. ഏലപ്പാറയൊക്കെ കൂടിയാണ് നമ്മുടെ യാത്ര. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ചില ഭാഗങ്ങളൊക്കെ കാണുമ്പം ഇത് നിങ്ങൾ കണ്ടും മടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. എന്താ ഭംഗി കാണാനായിട്ടല്ലേ, ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയുന്നത് പോലെ. അതുവഴി ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഓർക്കും പോകുന്നതിന് മുമ്പ് 1-2 പ്രാവശ്യം ഒന്നുകൂടെ വരണമെന്ന്. എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പോകുന്നവർക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറാമാൻ അധികം വെള്ളച്ചാട്ടങ്ങളൊന്നും എടുത്തില്ല, അത്ര പ്രൊഫഷണൽ ക്യാമറാമാൻ അല്ലായിരുന്നു. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്ക് എനിക്ക് വണ്ടി തരാൻ വലിയ ആഗ്രഹമില്ലായിരുന്നു. കാരണം നല്ല അടിപൊളി വളവും നല്ല ഒന്നാന്തരം കൊക്കയൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ പിന്നെ അവരുടെ ലൈഫ് റിസ്കിലാക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരാരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നമുക്ക് ആഗ്രഹം തോന്നുമ്പോഴല്ലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഞാൻ തൽക്കാലം കൈക്കലാക്കിയേ. അല്ലെങ്കിൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ നമ്മുടെ ഏലപ്പാറയും കുട്ടിക്കാനും ഒക്കെ കൂടിയുള്ള റോഡ് വേണ്ടേ ഓടിക്കാനായിട്ടല്ലേ. എന്നെ ഒരു അടിപൊളി റോഡാണേ. ശരിക്കും ഈ റോഡിൽ കൂടെ നല്ല യുഗ്മഗാനമൊക്കെ മനസ്സിൽ പാടി കൈയൊക്കെ ചേർത്ത് പിടിച്ച് പോണം, പാട്ടൊക്കെ കേട്ട്. എൻ്റെ മനസ്സ് യുഗ്മഗാനമാണ് വരുന്നെങ്കിലും എൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ ദുഃഖഗാനമായിരുന്നു വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് യുഗ്മഗാനം ഒന്നും വന്നില്ല, കാരണം അവരുടെ മൂഡും എൻ്റെ ഡിഫറൻറ്റ്. ഈ സമയത്ത് എന്നോട് ആരെങ്കിലും ചോദിക്കുക എന്ത് വൈബെന്ന് ചോദിച്ചാൽ പൊളി വൈബെന്നും, എൻ്റെ കൂടെ ഇരിക്കുന്നവരോട് എന്ത് വൈബെന്ന് ചോദിച്ചാൽ പേടി വൈബെന്നും അവന്മാർ ആൻസർ ചെയ്തേനെ. എനിക്ക് ഉറപ്പായിട്ടറിയാം. ഞാൻ നിങ്ങളോട് പിന്നെയും പറയുവാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ചില വണ്ടിഭ്രാന്തന്മാർ കാരണം മാത്രം ഇട്ടത്. അതുകൊണ്ട് നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോ. എനിക്കൊരു പരാതിയില്ല, പക്ഷെ എന്നെ വെറുതെ ഒന്ന് തെറി വിളിക്കരുത്, സഹിക്കൂല ഞാൻ. അങ്ങനെ നമ്മളുടെ യാത്ര എങ്ങോട്ടായി? ഒന്നും ആയില്ലല്ലേ, കിടക്കുമല്ലേ. അങ്ങോട്ട് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങോട്ടേ ഓടിക്കാൻ രസമാണെങ്കിലും നമുക്ക് ഈ പ്രകൃതി രമണീനെ അധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പലയിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അവസ്ഥകളുള്ളതുകൊണ്ടേ ശരിക്കും ഈ സൈഡിൽ ഇരുന്ന് കണ്ടു പോകാനായിട്ടാണ് ശരിക്കും ഒരു സുഖം. പക്ഷെ അത് വേറൊരു വൈബ്, വണ്ടി ഓടിക്കുന്നത് മറ്റൊരു വൈബ്. എല്ലാ വൈബും കൂടെ ഒന്നിച്ച് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലേ. ഈ വീഡിയോയിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നല്ല മഴ ഉണ്ടെങ്കിലും ഞാൻ വണ്ടിയുടെ ഗ്ലാസ് തുറന്നിട്ടാണ് ഒരു സൈഡ് വണ്ടി ഓടിക്കുന്നത്. എന്നാണെന്നറിയോ, നല്ല എറിച്ചിലൊക്കെ കൊണ്ടുപോകാൻ ഒരു സുഖമല്ലേ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയുന്നത്? ഈ ചാറ്റൽ മഴയുടെ ഈ വെള്ളം അദ്ദേഹത്തെ അടിക്കുന്നതിനാണ് പറയുന്നത് എറിച്ചിൽ. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എറിച്ചിലൊക്കെ അടിച്ച് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയല്ലേ, ഗ്ലാസ്സൊക്കെ ഫുള്ള് കയറ്റിയിട്ടാലേ ആ മഴ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആ മഴയുടെ ശബ്ദം കേൾക്കത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുമല്ലേ ഒരു പ്രത്യേക മാനസികാവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ആളാണ് ഞാനെന്ന്. ഇപ്പം എൻ്റെ ആവശ്യം നിങ്ങളുടെ അനാവശ്യമായിപ്പോയി, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മാനസികാവസ്ഥയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നോർമലാണ്, ആരും പേടിക്കേണ്ട. അങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ തുടരും. നമ്മൾ യാത്രകളൊക്കെ കണ്ടും കേട്ടും വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന്.
നാടൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, നാടൊക്കെ മിസ് ചെയ്യുന്നവർക്ക് കണ്ടോ കേട്ടോ. ശരിക്കും ഈ എന്താ പറയുക, മരുഭൂമിയിലിരുന്നൊക്കെ ഇത് കാണുമ്പം ഒരു പ്രത്യേക കുളിർമ തോന്നും നമുക്ക്. നാട്ടിലുള്ളവർക്ക് വലിയ കുളിർമയൊന്നും വരത്തില്ല. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാഞ്ഞിരപ്പള്ളി തൊട്ട് അങ്ങ് ഏലപ്പാറ, മുണ്ടക്കയം, കട്ടപ്പന തൊട്ട് എല്ലാവരും വേണം ഇരുന്ന് വരിയായിട്ടിരുന്ന് കണ്ടോ. എനിക്കൊരു പരാതിയില്ല. ശരിക്കും എനിക്ക് ആകെ ഒരു പരാതിയുള്ള കാര്യം, ബാക്കി എല്ലാ സ്ഥലത്തിൻ്റെയും പേര് ഓക്കെയാണ്. ഈ ഏലപ്പാറ എന്നുള്ള സ്ഥലത്തിന് ഏലപ്പാറ എന്ന് ആരാ പേരിട്ടെ? അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഏലം കണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി മുഴുവൻ തേയിലയാണ്. അപ്പോൾ പിന്നെ ഏലപ്പാറ എന്നല്ലായിരുന്നു, തേയിലപ്പാറ എന്നല്ലായിരുന്നു പേരിടണ്ടേ? നേരല്ലേ? എൻ്റെ ഡൗട്ട് നിങ്ങൾക്കും ഉണ്ടോ? കണ്ടില്ലേ, മൊത്തം തേയിലയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ സ്ഥലത്തിന് തേയിലപ്പാറ എന്ന് വേണ്ട തൽക്കാലം വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു ചെറിയ സജഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ഓക്കെയാണ്. ശരിക്കും ഈ വീഡിയോ നല്ല ലെന്തിയാണെന്ന് എനിക്കറിയാവേ. പക്ഷേ ഉണ്ടല്ലോന്നേ, എനിക്ക് ഈ വീഡിയോ കട്ട് ചെയ്യാൻ തോന്നില്ലെന്ന്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കുറേ പ്രാവശ്യം എടുത്തു നോക്കി, എവിടെയാണൊന്ന് കട്ട് ചെയ്യാമെന്ന്. എന്ത് മനോഹരമായ പ്രദേശമല്ലേ. ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കാണണ്ടേന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടു, അതല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ച് കണ്ടു. പക്ഷേ കാണാതിരിക്കരുത്. അപ്പോൾ തൽക്കാലം എൻ്റെ വെറുപ്പീര് ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.